ഹലോ. അങ്ങനെ നമ്മൾ ഒരുപാട് കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന വാഴ 2-ൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അത് ഈ ഏപ്രിൽ 2 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഫസ്റ്റ് തന്നെ നമുക്കറിയാമല്ലോ, അത്രയും കിടിലൊരു പടമായിരുന്നു. അപ്പം സെക്കൻഡിലാകുമ്പോൾ നമ്മുടെ ഹാഷിർ ആൻഡ് ടീം എല്ലാവരും വരുന്നുണ്ട്. ഹാഷിർ, നമ്മുടെ സാബിർ ആൻഡ് ടീം, പിന്നെ നമ്മുടെ അല്ലമീൻ, അവരുടെ കുഡൂസ് മീഡിയ, അവരുടെ ഒരു ടീം, എല്ലാവരും ഉള്ള നമ്മുടെ റീൽസിലൊക്കെ ഉള്ള ട്രെൻഡിങ് ആയിട്ട് നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന കുറേ പേരുടെ കോമ്പിനേഷനായിട്ട് അവരൊരുമിച്ച് വരുന്ന ഒരു സിനിമയാണ് വാഴ 2. ഹാഷിർ ആൻഡ് ടീമാണ് മെയിനായിട്ട് ലീഡിൽ വന്നിട്ടുള്ളത്. അവരാണ് മെയിനായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ നമുക്കതാണ് ട്രെയിലർ എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം അടിപൊളി. ഇനി വേണ്ട, അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട. ഇത് വേറെ വഴിയൊന്നും വരായിരുന്നോ? ചേട്ടനാരാന്നറിയോ? അവന്റെ ചേട്ടന്റെ കൂട്ടുകാരനാരാന്നറിയോ? മൊത്തം കുഴപ്പമാണല്ലോടാ. കേക്കണ്ടാ ബ്രോ? ജോയിന്റ് ലഹരിയൊക്കെ നൊസ്റ്റാൾജിയ. കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോവും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല. വാഴ പോലെ തന്നെയാണ്, സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട്. കൊള്ളാം, അടിപൊളിയായിരുന്നു. നമ്മുടെ വാഴ സിനിമ എങ്ങനെയാണ് ആ ഒരു ഇതിൽ തന്നെയാണ് പോകുന്നതെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. വീട്ടുകാരെ എന്താ പറയുക, അടിച്ചോളിച്ച് കിടക്കുന്നു, സ്കൂളിൽ അടിച്ചോളിച്ച് കിടക്കുന്നു. പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ വീട്ടുകാരായിട്ടുള്ള മീൻസ് നന്നാവണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുന്നു. എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുമായിരിക്കും, അതിൻ്റെ അനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പെർഫോമൻസ്, അടിപൊളി പെർഫോമൻസ് കേട്ടോ. ഹാഷിറും ടീമും കാര്യങ്ങളും അവരൊക്കെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഇമോഷണൽ സാധനങ്ങളൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ കരഞ്ഞൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എല്ലാം നമ്മൾ ഹാപ്പി ആയിട്ടല്ലേ കണ്ടുള്ളൂ. അപ്പോൾ ഇമോഷണൽ സാധനം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. കാരണം ഫസ്റ്റിനേക്കാളും കുറേയും കൂടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒന്ന് ബിഗ് സ്കെയിലാക്കിയാണ് എടുത്തിട്ടെന്ന് തോന്നുന്നു. കാരണം മേക്കിങ്ങും ആ ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെ കുറേയും കൂടെ അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം സെയിം കഥയായിരിക്കാം, വലിയ വ്യത്യാസം കാണാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും വെയിറ്റിംഗ് ആണ്, പോയി കാണണം, എന്തായാലും പോയി കാണണം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ബാക്കി തിയേറ്ററിൽ കാണാം. ഏപ്രിൽ 2 റിലീസ് ചെയ്യുന്നത്. ഹാഷിർ ആൻഡ് ടീം എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടറിയാം. പയ്യന്മാർ തുടിക്ക പൊളിക്കും. ഓക്കെ, ബൈ.